Hi everyone, welcome to Study Wings. ഹലോ ഈ വീഡിയോയിൽ MEG14 പത്മ സച്ദേവിൻ്റെ ദ മൊമെൻ്റ് ഓഫ് കറേജ് എന്ന് പറയുന്ന പോയമാണ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളത് ഹെൽപ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക ആൻഡ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ പത്മ സച്ദേവിനെ കുറിച്ച് നമുക്ക് അറിയണം അല്ലേ. സോ പത്മ സച്ദേവ് ആൻ ഇന്ത്യൻ പോയറ്റ് ആൻഡ് നോവലിസ്റ്റ് വാസ് ദ ഫസ്റ്റ് മോഡേൺ വുമൻ പോയറ്റ് ഓഫ് ഡോങ്ക്രി ലാംഗ്വേജ് ആൻഡ് ഓൾസോ റോട്ട് ഇൻ ഹിന്ദി. ഇപ്പോൾ പത്മ സച്ദേവ് എന്ന് പറയുന്നത് ഒരു ഇന്ത്യൻ പോയറ്റാണ്, നോവലിസ്റ്റാണ്, കൂടാതെ ഡോങ്ക്രി ലാംഗ്വേജിലെ ഫസ്റ്റ് മോഡേൺ വുമൻ പോയറ്റാണ് അവർ. കൂടാതെ ഒരുപാട് റൈറ്റിങ്സ് ഹിന്ദിയിലും അവർ എഴുതിയിട്ടുണ്ട് കേട്ടോ, ഹിന്ദി ലാംഗ്വേജിലൊക്കെ എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് പോയത്തിലോട്ട് മൂവ് ചെയ്യാം. ടു ദ റൈറ്റ് ഓഫ് അവർ ഹിൽ ദർ ഇസ് എ വെൽ ഷൈനിങ് ബ്രിംഫുൾ. ഞങ്ങളുടെ കുന്നിൻ്റെ വലതുവശത്ത് തിളങ്ങുന്ന ഷൈനിങ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബ്രിംഫുൾ ആയിട്ടുള്ള ഒരു കിണറുണ്ട്. ലാസ്റ്റ് ഇയർ സമ്മർ കവേർഡ് ഇറ്റ് വിത്ത് ദ ഗ്രീൻ ഓഫ് മാംഗോ ബ്ലോസംസ്. കഴിഞ്ഞ വർഷം വേനൽക്കാലത്ത് മാമ്പഴത്തിൻ്റെ പച്ചപ്പ് കൊണ്ട് ആ കിണർ മുഴുവൻ മൂടിയിട്ടുണ്ട്. ഇറ്റ് ടെംപ്റ്റഡ് എ കാഫ് വിച്ച് ഫെൽ ഇൻ ആൻഡ് ഡ്രോൺ. ഒരു കാളക്കുട്ടിയെ പ്രലോഭിപ്പിച്ചു. അതിൽ വീണ് മുങ്ങി മരിച്ചു. പാവല്ലേ. സിൻസ് ദെൻ നോ വൺ ഡ്രിങ്ക്സ് ഓഫ് ദാറ്റ് വെൽ. അന്ന് മുതൽ ആരും ആ കിണറിൽ നിന്ന് വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നില്ല, വെള്ളം കുടിക്കുവാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അറ്റ് നൈറ്റ് ലൈക്ക് എ തീഫ് ഐ ബാത്ത് ഇൻ ഇറ്റ്, ഐ കപ്പ് മൈ ഹാൻഡ്സ് ആൻഡ് ഡ്രിങ്ക്. രാത്രിയിൽ ഒരു കള്ളനെ പോലെ ഞാൻ അതിൽ കുളിക്കുന്നു, വെള്ളം കുടിക്കുന്നു. ഇവിടെ പോയിട്ട് പറയാണ് കേട്ടോ, രാത്രിയിൽ കള്ളനെ പോലെ പോയിട്ട് വെള്ളം കുളിക്കുന്നുണ്ട്. ഓക്കെ, ബട്ട് ലവ് ഇസ് നോട്ട് കൺസിഡ് നോ തേഴ്സ്റ്റ്. പക്ഷേ ഇത്തരം ഒരു പ്രവൃത്തി ചെയ്തിട്ട് പോലും നമ്മുടെ പോയിറ്റിൻ്റെ സ്നേഹവും അല്ലെങ്കിൽ പോയിറ്റിൻ്റെ തേഴ്സ്റ്റ് ക്ഷമിക്കുന്നില്ല കേട്ടോ. In the deep dark of the well, there are wistful shadows waiting for the maidens who hung a rope on its nail. സോ കിണറിൻ്റെ ആ അഗാധമായിട്ടുള്ള ഡീപ്പ് ഡാർക്കിൽ നഖത്തിൽ കയർ തൂക്കിയ മെയ്ഡൻസിന് വേണ്ടി കന്യകമാർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലേ. ബട്ട് നെവർ കെയിം ബാക്ക് ടു ഡ്രോ വാട്ടർ. പക്ഷേ അവരാരും ഒരിക്കലും വെള്ളം കോരാൻ തിരികെ വരില്ല അല്ലേ. longs for the moment of courage when in full sight of all my hands will stretch out for a drink. സോ കിണറിൻ്റെ ആ ഇരുട്ട് ധൈര്യത്തിൻ്റെ ആ നിമിഷത്തിനായി വെയിറ്റ് ചെയ്യുകയാണ് അല്ലേ. അപ്പോൾ എല്ലാവരുടെയും കണ്ണിൽ പെടുമ്പോൾ എൻ്റെ കൈകൾ നമ്മുടെ പോയിറ്റിൻ്റെ കൈകൾ കുടിക്കാൻ വേണ്ടി നീട്ടുകയാണ്. കാരണം പോയിറ്റിന് ഡേ ലൈറ്റിൽ അവിടെ നിന്ന് വെള്ളം കോരണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അപ്പോൾ ഇവിടെ പോയിറ്റിൻ്റെ ഒരു കറേജ് ഒരു വീക്ക്നെസ്സാണ്, കറേജ് അല്ല, ഒരു വീക്ക്നെസ്സാണ് പറയുന്നത് അല്ലേ. ഇപ്പോൾ പോയിറ്റിന് ഒരിക്കലും ഡേ ലൈറ്റിൽ ആ കിണറിൽ പോയിട്ട് വെള്ളം കുടിക്കാനും അതേപോലെ കുളിക്കാനും സാധിക്കുന്നില്ല. അതുകൊണ്ടാണ് പോയിറ്റ് രാത്രിയിൽ പോയിട്ട് നമ്മുടെ പോയിറ്റിൻ്റെ നീഡ് സാറ്റിസ്ഫൈ ചെയ്യുന്നത് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ പോയം എന്ന് പറയുന്നത്. പോയം ഭയങ്കര സിമ്പിളാണ്. ഇതിൻ്റെ ഇനി പോയം അനാലിസിസ് കൂടി നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടി ഡീപ്പായിട്ട് നമുക്കതിൻ്റെ മീനിങ് കൂടി ഒന്നുകൂടി ക്ലിയർ ആവും കേട്ടോ. The poem explores the intimate connection between nature and humans, highlighting village life and the elements of nature such as hill, well, mango blossom and tragic calf's end. സോ നമ്മുടെ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. സോ ഈ പോയത്തിലുടനീളം നേച്ചറും ഹ്യൂമൻസും തമ്മിലുള്ള കണക്ഷൻസാണ് എക്സ്പ്ലോർ ചെയ്യുന്നത്. അതേപോലെ വില്ലേജ് ലൈഫ് പറയുന്നുണ്ട്, നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്ത ഹിൽ, വെൽ, മാംഗോ ബ്ലോസംസ്, അതേപോലെ നമ്മുടെ ഈ പാവം കാളക്കുട്ടിയുടെ ട്രാജിക് എൻഡും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ പോയത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. The poem discusses superstition and caste consideration that prevent people from visiting a well after a calf's drowning, and it could be assumed that the calf's body is likely being removed. സോ നമ്മളുടെ പണ്ട് മുതലേ ഉണ്ടായൊരു സമ്പ്രദായമാണ് കാസ്റ്റ് കൺസിഡറേഷൻ അല്ലേ. കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞ സംഭവം. ഇവർ സുപ്പീരിയർ ആണ്, ഇവർ ഇൻഫീരിയർ ആണെന്നൊരു കോൺസെപ്റ്റ് ഉണ്ടല്ലേ. സോ ലൈക്ക് വൈസ് ഇത് തന്നെയാണ് നമ്മുടെ പീപ്പിളിനെ ഇവിടെ നിന്നും നമ്മുടെ ഈ വെള്ളിൽ നിന്നും വെള്ളം എടുക്കാൻ സംഭവിക്കാത്തത് അല്ലേ. അവർ സമ്മതിക്കുന്നില്ല, അവർ ഇൻഡയറക്റ്റ്ലി അവർക്ക് സാധിക്കുന്നില്ല ഇവിടെ നിന്ന് വെള്ളം എടുക്കാനും അതേപോലെ കുടിക്കാനും അല്ലേ. സോ ദ പോയിറ്റ് ഈസ് എ യുണീക്ക് ഇൻഡിവിജ്വൽ ഹൂ എൻഗേജ് ഇൻ നൈറ്റ്ലി ആക്ടിവിറ്റീസ് ആൻഡ് വെയിറ്റ്സ് ഫോർ എ കറേജസ് മൊമെൻറ്റ് ടു ഡ്രിങ്ക് ഫ്രം എ വെൽ ഇൻ ഡേ ലൈറ്റ്. സോ പോയിറ്റിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. കാരണം
പോയിട്ട് നൈറ്റ് ടൈമിൽ എന്താണ് ഇവിടെ പോയിട്ട് വെള്ളം കുടിക്കുന്നുണ്ട്, അതേപോലെ അവിടുത്തെ വെള്ളം ഉപയോഗിച്ചിട്ട് എന്താണ് കുളിക്കുന്നുണ്ട്. ആൻഡ് അവർ വെയിറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഇവിടെ നിന്നും ഡേ ലൈറ്റിൽ വെള്ളം കുടിക്കാനും കുളിക്കാനും ഒരു ദിവസം വരുന്നുള്ള ഒരു കറേജസ് മൊമെൻറ്റ് വരുന്ന വിചാരിച്ച് അവർ വെയിറ്റ് ചെയ്യുകയാണ് അല്ലേ. സോ പത്മ സച്ദേവ് എക്സ്പ്രസസ് ഹെർ ലവ് ഫോർ ദ വെൽ ത്രൂ പ്ലീസിങ് ഇമേജസ് ലൈക്ക് ഷൈനിങ് brimful water, green mango blossoms, the visible shadow of the maidens, and rope on its nail, giving it a unique life. സോ ഇവിടെ എന്ന് പറയുന്നത് നമ്മുടെ പോയിറ്റിന് വെല്ലിനോടുള്ള സ്നേഹമാണ് അല്ലേ. നമ്മുടെ ഈ ഷൈനിങ് ബ്രിംഫുൾ, അതേപോലെ മാംഗോ ബ്ലോസംസ്, ഇതുപോലെ ദ വിസ്റ്റബിൾ ഷാഡോ ഓഫ് ദ മീഡൻസ്, റോപ്പ് ഓൺ ഇറ്റ്സ് നെയിൽ, ഇതിലൂടെയൊക്കെ ഈ ഇമേജസിലൂടെയൊക്കെ എക്സ്പ്രസ് ചെയ്യുന്നത് നമ്മുടെ പോയിറ്റിന് വെല്ലിനോടുള്ള ഒരു ലവാണ്, ഒരു കൈൻഡ് ഓഫ് ലവാണ് എക്സ്പ്ലോർ ചെയ്യുന്നത് കേട്ടോ. So the reference to the maidens who never return evokes sadness, referencing the fate of village girls who marry and go away to the homes of their husband. The gesture of hanging a well rope in its nail conveys the sadness of farewell and departure. സോ ഈ ഒരു റെഫറൻസ്, ഈ മെയ്ഡൻസിൻ്റെ റെഫറൻസ് ഇതിനിടയിൽ വരുന്നുണ്ട് അല്ലേ. സോ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരിക്കും എന്തുകൊണ്ട് മെയ്ഡൻസിനെ ഇവിടെ യൂസ് ചെയ്തു. സോ ഇവിടെ പറയുന്നത് നമ്മുടെ വില്ലേജ് ഗേളിൻ്റെ ഒരു ലൈഫാണ്, ഒരു ഫെയ്റ്റാണ് അല്ലേ. സോ അവർ കല്യാണം കഴിക്കുന്നു. വില്ലേജ് ഗേളുടെ മാത്രമല്ല ഒരവസ്ഥയല്ല, എല്ലാ ഗേൾസിൻ്റെ ഒരു അവസ്ഥ തന്നെയാണ്. അവർ കല്യാണം കഴിക്കുന്നു, എന്താണ് അവർ ഹസ്ബൻഡ് വീട്ടിലോട്ട് പോകുന്നു അല്ലേ. ഇവിടെ ഈ നെവർ റിട്ടേൺ എന്ന് പറയുന്ന ദാറ്റ് ഇവോക്സ് എ കൈൻഡ് ഓഫ് സാഡ്നെസ് അല്ലേ. എന്തായാലും ഒരു സാഡ്നെസ് ഉണ്ടാവും അല്ലേ, അതാണ് ഇവിടെ വ്യക്തമാക്കുന്നത് കേട്ടോ. പിന്നെ അതുപോലെ വെല്ലിൻ്റെ എന്താണ് നെയിലുമ്പോൾ നമ്മുടെ വെല്ലിൻ്റെ റോപ്പ് ഹാങ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. ഇവിടെ പറയുന്നത് ആ കൈൻഡ് ഓഫ് ഡിപ്പാർച്ചർ, ആ ഫെയർവെല്ലിനെ, ആ സാഡ്നെസ് ഓഫ് ഫെയർവെൽ ആൻഡ് ഡിപ്പാർച്ചറാണ് കൺവേ ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മുടെ ലാസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ പോയിറ്റിന് എന്താണ് ഡേ ലൈറ്റിൽ ഇവിടെ നിന്ന് വെള്ളം കുടിക്കാനും അതുപോലെ വെള്ളം കുളിക്കാനും ഒരു ആഗ്രഹമുണ്ട്. ദാറ്റ് കറേജസ് മൊമെൻറ്റിന് വേണ്ടിയാണ് നമ്മുടെ പോയിറ്റ് വെയിറ്റ് ചെയ്യുന്നത് അല്ലേ. സോ രാത്രിയിൽ മാത്രം കിണർ സന്ദർശിക്കുക എന്നത് അവളുടെ ഒരു വീക്ക്നെസ് ആയിട്ടുള്ള ഒരു ലക്ഷ്യമാണല്ലോ, അല്ലെങ്കിൽ വീക്ക്നെസ് ആയിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. സോ അവളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്, ഡേ ലൈറ്റിൽ എന്താണ് ഇവിടെ നിന്നും ഡേ ലൈറ്റിലെ വെള്ളിൽ നിന്നും വെള്ളം കുടിക്കാനും കുളിക്കാനും ഉപയോഗിക്കണം എന്നാണ് അവളുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്, ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ പോയിറ്റിൻ്റെ ചിന്താഗതിയിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണ് വില്ലേജേഴ്സ് എന്ന് പറയുന്നത് ഇവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ ഒബേ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരാണ്. അവർ ഒരിക്കലും അതിന് എഗെയിൻസ്റ്റ് അവർ ഒരിക്കലും വരില്ല. അതുകൊണ്ട് തന്നെയാണ് അവർ ആ വെല്ലിൽ നിന്ന് വെള്ളം എടുക്കാതിരിക്കുന്നത്. പക്ഷേ പോയിറ്റ് രാത്രിയിലാണെങ്കിൽ പോലും എന്താണ് ആ വെല്ലിൽ പോകുന്നുണ്ട്, അവിടെ നിന്ന് വെള്ളം എടുക്കുന്നുണ്ട്, കുളിക്കുന്നുണ്ട്, കുടിക്കുന്നുണ്ട് അല്ലേ. അതേപോലെ ഒരു ചേഞ്ച് അല്ലെങ്കിൽ ഒരു കറേജസ് മൊമെൻറ്റ് വരാൻ ഇവിടെ ആരാഗ്രഹിക്കുന്നുണ്ട്, പോയിറ്റ് ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാനിതിൻ്റെ ലൈൻ ബൈ ലൈൻ മീനിങ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ഒരു സമ്മറി എന്ന് പറയുന്ന പോയിൻ്റ് ആയിട്ടാണ് സമ്മറി കൊടുത്തിരിക്കുന്നത്. സോ ഇതിൽ എന്തെങ്കിലും ക്ലാരിഫിക്കേഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. സോ ഇത്രയേ ഉള്ളൂ പോയം എന്ന് പറയുന്നത്. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.